സി ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടുകൾ ലോകരാജ്യങ്ങൾ മൊത്തം ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബ്രസീലിന്റെ തീരുമാനം, അതേപോലെ മെക്സിക്കോ, കാനഡ, ഇങ്ങനെ ഒട്ടനവധി രാജ്യങ്ങൾ ഇതിന്റെ വിക്ടിമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ട്രംപിന്റെ ഈ തീർത്തും ഇല്ലോജിക്കൽ ആയിട്ടുള്ള നിലപാടുകളും പ്രസ്താവനകളും. ഇപ്പൊ ഈ 50% എന്ന് പറയുന്നത് നമുക്ക് അതിൽ പ്രത്യേകിച്ചൊരു ഒരു നമ്പർ വിളിച്ചു പറയാന്നുള്ളൂ. ഇതേപോലെ തന്നെയുള്ള പ്രസ്താവനകൾ ചൈനയ്ക്കെതിരെ നടത്തിയിട്ടുണ്ട്. 150% തീരുവ കൂട്ടി എന്ന് പറഞ്ഞു, അത് 2 ദിവസം കഴിഞ്ഞ് കുറച്ചു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ട്രംപിന്റെ പ്രസ്താവനകളിലെ കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്നുള്ളത് ലോകരാജ്യങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന 2 പോയിന്റ് ആണ്. ഒന്ന്, ഈ ഇന്ത്യക്കെതിരെയുള്ള ഈ താരിഫിനെ നമ്മൾ 3 സെക്ഷനായിട്ട് കാണേണ്ടതായിട്ട്. ഒന്ന്, ഈ എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്ക ചുമത്തിയിട്ടുള്ള താരിഫ് അല്ലെങ്കിൽ ചുങ്കം. അത് പല രാജ്യങ്ങൾക്കും പല നിലയ്ക്കാണ്. സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ചുങ്കം ചുമത്തിയത് ഇന്ത്യക്കെതിരെയാണ്. അത് 25%. പാകിസ്ഥാൻ അത് 19%, ബംഗ്ലാദേശിനും 20% ഒക്കെയാണ്. പക്ഷെ അത് മാത്രവുമല്ല, ഇന്ത്യക്ക് മേലെ ഒരു അഡീഷണൽ, ഈ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നു അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ട്രാൻസാക്ഷൻ ഉണ്ടെന്നുള്ള ഒരു അഡീഷണൽ ചുങ്കം കൂടെ ചുമത്തുന്നുണ്ട്. അതുമല്ല, ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കയുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് വേണ്ടി തുറന്നു കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് മുൻപോട്ട് വരുന്നുണ്ട്. അപ്പൊ 3 വ്യത്യസ്ത രീതിയിലുള്ള ഡിമാൻഡുകളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ 3 ഡിമാൻഡുകളെയും ഓരോ സെക്ഷനായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ആദ്യത്തെ താരിഫിന്റെ കാര്യത്തിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ചേർന്നിരുന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു കൺസെൻസസിൽ എത്താനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ താരിഫിന്റെ കേസിൽ ഇത് ഫൈനലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം 25-ാം തീയതി അമേരിക്കൻ ഡെലിഗേഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇന്ന് രാവിലെ ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ റഷ്യയുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്ത തീരുമാനങ്ങളിൽ ഉണ്ടാവുക. സോ ഞാൻ നേരത്തെ സൂചിച്ച പോലെ ഇദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് ഈ 3 സെക്ടറുകളിൽ നമുക്ക് 3 വ്യത്യസ്ത രീതിയിൽ കാണുന്നുണ്ട്. അതിൽ അഗ്രികൾച്ചർ സെക്ടർ തുറന്നു കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ റഷ്യയുടെ ഓയിൽ ഇമ്പോർട്ടിനെ നമുക്ക് ഒരു വർഷത്തിൽ വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന വരും. കാരണം റഷ്യയുടെ ഓയിൽ ഇത്രയും കൂടുതൽ 2%-ൽ 38% ആവുന്നത് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിലാണ്. അതിനു മുമ്പ് നമ്മൾ റഷ്യയിൽ നിന്നല്ല ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായത്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നാണ്. സോ അത് ഗ്രാജുവലി കുറച്ചു കൊണ്ടുവരാൻ പറ്റും വേണമെങ്കിൽ, ഇന്ത്യക്ക് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ ഈ താരിഫിന്റെ കാര്യത്തിൽ നമുക്ക് നെഗോസിയേഷനും സാധ്യതയുണ്ട്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ നെഗോസിയേഷനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 1. 2, ഈ കാര്യങ്ങളെ നേരത്തെ ഫാബിയൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഡിപ്ലോമസി വളരെ കരുതലോടെ എടുത്തു ചാടി ചെയ്യേണ്ട ഒന്നല്ല. കാരണം അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരുപാട് സ്റ്റേക്ക് ഉണ്ട്. ഒരു വലിയൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർ തന്നെയാണ്. ഒരു പ്രസ്താവന വരുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാനും അടുത്ത പ്രസ്താവനയ്ക്ക് ചേർത്ത് ഇരിക്കാനും പറ്റുന്ന രീതിയിലുള്ള റിലേഷൻ അല്ല ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ളത്. ഒരു പ്രത്യേകിച്ചും 1998 ശേഷം, അതായത് ന്യൂക്ലിയർ പൊഖ്റാൻ ടെസ്റ്റിന് ശേഷം കഴിഞ്ഞ ഒരു 25-30 കൊല്ലത്തിനുള്ള അമേരിക്ക ഇന്ത്യ റിലേഷൻ വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മൊമെന്റത്തെ ഊതിക്കെടുത്താതെ ഈ പരിസ്ഥിതിയെ തരണം ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഒരു കഴിവ്. അതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഡിപ്ലോമസിക്ക് സാധ്യമാവും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു മാത്രമല്ല, നമുക്ക് ഈ അമേരിക്കയുടെ ഈ ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യക്കെതിരെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകൾ അമേരിക്ക എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കാറ്റ്സ എന്നുള്ള പോലുള്ള ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ട്, അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ ഡിഫൻസ് എക്യുപ്മെന്റ്സ് വാങ്ങുകയാണെങ്കിൽ പോലും ഇന്ത്യക്കെതിരെ സാങ്ഷൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു സ്പെഷ്യൽ കൺസെഷൻ ഇന്ത്യക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്ക റിലേഷനിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇൻ ഫ്യൂച്ചറിലും ഉണ്ടാവും. കാരണം കരുത്താർജിക്കുന്ന ഒരു ഇക്കോണമിയുടെ ഒരു പ്രശ്നമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. ആ കോണ്ടെക്സ്റ്റിൽ അമേരിക്കയുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ഇക്കോണമികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസിനിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അതിനെ എത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഒരു മിടുക്ക് പോലെ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്.